ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സങ്കീർത്തനം 91 11-ാമത്തെ വചനം നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വിശ്വാസത്തോടെ ഈ വചനം 3 പ്രാവശ്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. യൂതന്മാരുടെ രാജാവായ നസറായനായ ഈശോയെ, പെട്ടെന്നുണ്ടാകുന്ന അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും, പ്രകൃതിക്ഷോഭം, പ്രളയം, യുദ്ധക്കെടുതികൾ, പകർച്ചവ്യാധികൾ, കടൽക്ഷോഭം, ഇതിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ച ഈ വചനശക്തിയാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ചുറ്റുമുള്ളവർക്കും സംരക്ഷണം തരണമേ. ആമേൻ. അടുത്ത വചനമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു.